അസ്സലാമു അലൈക്കും എവരിവൺ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞങ്ങൾ ഉസ്ബെക്കിസ്ഥാനിൽ നിന്ന് നാട്ടിലോട്ട് പോവുകയാണ് കേട്ടോ. നല്ല വിഷമമുണ്ട്, കാരണം ഇങ്ങോട്ടേക്ക് ഇനി തിരിച്ചു വരാൻ പറ്റുമോ എന്ന് നമുക്കറിയില്ല. പക്ഷെ നാട്ടിലോട്ട് പോകുന്നതിൻ്റെ എല്ലാ എക്സൈറ്റ്മെൻറ്റും ഉണ്ട് കേട്ടോ കൂടെ. ഇപ്പോൾ ഞങ്ങൾ ടാഷ്കൻഡ് എയർപോർട്ടിൽ നിന്ന് ഖത്തറിലോട്ടാണ് പോകുന്നത്. കാരണം ഇന്ത്യ പാകിസ്ഥാൻ കോൺഫ്ലിക്റ്റ് കാരണം ഡയറക്റ്റ് ഫ്ലൈറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സമയം രാത്രി 12 മണിയാണെങ്കിലും മക്കളൊക്കെ ഫുൾ എക്സൈറ്റ്മെന്റിലാണ്. കാരണം ഒരു എയ്റോപ്ലെയിനിൽ ട്രാവൽ ചെയ്യുക എന്ന് പറയുന്നത് മക്കൾക്ക് എന്നും ഒരു എക്സൈറ്റിംഗ് കാര്യമാണല്ലോ. പക്ഷെ എനിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്തൊരു കാര്യമാണ് എയ്റോപ്ലെയിൻ യാത്ര എന്ന് പറയുന്നത്. കാരണം നമ്മുടെ പാക്കിങ്ങും ഫുൾ ലഗേജ് ഹാൻഡ്ലിങ്ങും മിക്കവാറും എൻ്റെ യാത്രയൊക്കെ ഒരു സിമ്പിൾ ട്രാവലിംഗ് ഒന്നും അല്ല ഉണ്ടായിട്ടുള്ളത്. കുറേ യാത്രകൾ ചെയ്തിട്ടില്ലെങ്കിലും 3 മണിക്കാണ് ഫ്ലൈറ്റ്. അപ്പോഴേക്കും രണ്ടാമത്തെ ആൾ ഉറങ്ങിക്കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. പ്ലെയിനിൽ കയറി വിൻഡോ സീറ്റും കിട്ടി, ഒരു ഹെഡ്ഫോണും കിട്ടി. പക്ഷെ ഫത്തിയുടെ ഒരു ധാരണയിൽ ഇപ്പോൾ ഫത്തിയാണോ പ്ലെയിനിൻ്റെ ഫുൾ കൺട്രോൾ ഹാൻഡിൽ ചെയ്യണമെന്നുള്ളൊരു ഭാവത്തിലാണ് കേട്ടോ. കിഡ്സ് എൻ്റർടൈൻമെൻറ്റാണ് ഇട്ട് കൊടുത്ത് ഉറങ്ങേണ്ട ആള്. കാരണം നോർമലി നമ്മൾ ഉറങ്ങുന്ന സമയം കഴിഞ്ഞതുകൊണ്ട് പിന്നെ സ്ക്രീനിൽ കളിച്ച് അങ്ങനെ ഇരിക്കുകയായിരുന്നു. ആ സമയത്ത് കിഡ്സിനായിട്ടുള്ള ഒരു ടോയ് കിറ്റും കിട്ടി. അത് നല്ലൊരു ടോയ് കിറ്റായിരുന്നു കേട്ടോ. ഫ്ലൈറ്റ് ട്രാവൽ എമർജൻസിയിൽ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് നമുക്ക് സ്ക്രീനിലാണ് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നത്. ആ കാണിച്ചു തരുന്നത് അടിപൊളി പ്രസൻറ്റേഷൻ ആയിരുന്നു. ആ സമയത്ത് സോഷ്യൽ മീഡിയയിൽ കാണാറുള്ളതാണ് ആദം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു യൂട്യൂബർ. അദ്ദേഹത്തെ കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടമായി. കാരണം എനിക്കൊരു അദ്ദേഹത്തിൻ്റെ ഹ്യൂമർ സെൻസ് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഫ്ലൈറ്റൊക്കെ ടേക്ക് ഓഫ് ചെയ്തു. ഞാനൊരു 3x സ്പീഡിലാണ് കേട്ടോ ഇത് എടുത്തിട്ടുള്ളത്. അതുകൊണ്ടാണ് കുറച്ച് സ്പീഡിൽ കാണിക്കുന്നത്. അങ്ങനെ നമ്മൾ ഉസ്ബെക്കിസ്ഥാനിൽ നിന്ന് യാത്ര തിരിച്ചു. വളരെ ഇഷ്ടമുള്ളൊരു രാജ്യമാണ് കേട്ടോ ഇത്. അതുപോലെ വളരെ മനോഹരമായൊരു രാജ്യം. അവിടുത്തെ മനുഷ്യരും അതേപോലെ നല്ല മനുഷ്യരും. ഇൻഷാ അല്ലാഹ് ഇനിയും അവിടെ ചെല്ലാനും കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാനും എനിക്ക് പറ്റട്ടെ ഞാൻ ആശിക്കുന്നു. ഇനിയും ചെല്ലാൻ അവിടെ സാധിക്കട്ടെ. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്യുക, അതുപോലെ കമൻറ്റ് ചെയ്യുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യാം കേട്ടോ. ബൈ.